എന്റെ പൊന്നെ തിയേറ്റർ പൂരപ്പറമ്പാവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് സത്യത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് 24 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു പടത്തിന്റെ റിലീസ്. പറഞ്ഞു വരുന്നത് നമ്മുടെ രാവണപ്രഭുവിന്റെ റിലീസിനെ കുറിച്ചാണ്. അപ്പൊ ആ ഒരു പടം കാണാൻ പോയപ്പോ തിയേറ്റർ വല്ല ഡിജെ പാർട്ടിക്കും വന്ന ഒരു എഫക്റ്റ് ആയിരുന്നു സത്യത്തില്. ആൾക്കാരൊക്കെ നിന്ന് തുള്ളായിരുന്നു എന്നുള്ളതാണ്. സീറ്റിലൊന്നും ആരും അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ പാട്ട് വരുന്ന സമയത്തും ഓരോ മാസ് സീനുകളും ഡയലോഗൊക്കെ വരുന്ന സമയത്ത് ആൾക്കാര് സീറ്റിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാര് അങ്ങ് ആഘോഷിക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണു നിങ്ങളാദ്യം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ തിയേറ്ററിലെ ഒരു 90% ആൾക്കാരും സീറ്റിന്ന് എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുകയാണ്. നിന്ന് തുള്ളുകയാണ് എന്നുള്ളതാണ്. അതായത് എന്തൊരു രസാന്നറിയോ ഈ പടം കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് നമ്മള് 2025 നിന്നിട്ട് നമ്മള് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കില് ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്തുന്ന് കാണും. കാരണം നമ്മള് 24 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യത്തില് ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ചിന്തയും നമ്മുടെ നമ്മുടെ സാമൂഹ്യ കാഴ്ചപ്പാടെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണിത്. അത് നമ്മള് അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് ഇത് കാണുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാലോ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു ഒരു ബിഗ് ജയന്റ് ആയിട്ട് മാറിയത്? തിയേറ്ററുകളിലേക്ക് ആൾക്കാരെ പുൾ ചെയ്യുന്ന ഇയാളുടെ ഒരു ഒരു മാജിക് എന്താണെന്നുള്ളതൊക്കെ ഈ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഒരു പുള്ളിയുടെ ഒരു സ്വാഗും ആ ഡയലോഗ് ഡെലിവറിയും ഈ ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയ ആളെ നമ്മൾ എന്തായാലും നമ്മളത് എന്താ പറയാ പുള്ളിനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഇതിനകത്ത് നമ്മൾ നമിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു പടം കാണുന്ന സമയത്ത് നമുക്കത് കിട്ടും. ഒരു വല്ലാത്ത ഫീലാണ് എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് നൊസ്റ്റാൾജിയും എന്താ പറയാ ഞാനൊക്കെ തിയേറ്ററിലൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിനിമകളിൽ പെട്ട ഒരു സിനിമയായിരുന്നു ഈ രാവണപ്രഭു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനൊരു സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ ഒരു ഒരു വല്ലാത്തൊരു ഭാഗ്യാണെന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നിന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. തിയേറ്ററിന്ന് വന്ന് ആ ക്രൗഡിന്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്ത് പടം കണ്ടിട്ട് നമ്മള് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത് പറയാൻ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യത്തിൽ തിയേറ്ററിന്ന് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോ ഒരു 3 തരം ഓഡിയൻസ് ആണ് സത്യത്തില് ഞാൻ നോക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഒന്ന് 24 വർഷങ്ങൾക്ക് മുന്നേ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അന്ന് സിനിമ പോയി കണ്ടിട്ടുള്ള ആൾക്കാര്. പിന്നെ 90സ് കിഡ്സ് ആണ്. അതായത് ഒരു 1996, 97 കാലഘട്ടത്തിന് ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാര്. അന്ന് 2001 ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവർക്കാർക്കും തിയേറ്ററിൽ പോയ ഓർമ്മകളോ, അല്ലെങ്കിൽ ആ കാലമൊന്നും ചിലപ്പോൾ ഇവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ എന്നെപ്പോലെയുള്ള ആൾക്കാര് ഞാനൊന്നും ഈ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഈ പടം കാണുന്നതൊക്കെ ഈ ടിവിയിൽ വന്നിട്ടാണ്. ടിവിയിലും സിഡി ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുള്ള ഒരു പടമാണിത്. അപ്പോ നമുക്കറിയാം ഈ പടത്തിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്കറിയാം. ഇതിലെ പാട്ടുകൾ നമുക്കറിയാം. ഇതിലെ ഡയലോഗ് നമുക്കറിയാം. അപ്പോ നമ്മള് കുറച്ച് വളർന്ന് വലുതായ സമയത്ത് ഇത് തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. ഈ പാട്ടും, ഈ ഡയലോഗും, ഈ ഫൈറ്റും ഇതെല്ലാം കൂടെ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്ന സമയത്ത് എന്തായിരിക്കും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്? അന്ന് കിട്ടിയ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റും, അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഹാപ്പിനെസ് എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മുഹൂർത്തം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഈ ഒരു ഒരു പടം കണ്ട സമയത്ത് കിട്ടിയത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എന്നെപ്പോലെയുള്ള ആൾക്കാര്. അതായത് 2001 തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അത്തരം ഓർമ്മകളൊന്നും ഇല്ലാത്ത ഒരു ഓഡിയൻസ് ഉണ്ട്. പിന്നേന്ന് പറഞ്ഞാ പുതിയ ഓഡിയൻസ് ആണ്. അതായത് ഇതിന്റെ ഒരു ഹൈപ്പ് കൊണ്ട് തിയേറ്ററിലേക്ക് വന്നിട്ടുള്ള ഗ്യാങ് ആയിട്ട് വന്നിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത്. അവരാണ് സത്യത്തിൽ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ ഓർമ്മകളിൽ ഇരുന്ന് സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആ എക്സൈറ്റ്മെന്റിൽ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന പുതിയ ആൾക്കാര് അത് തിയേറ്ററിൽ അവര് ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഇതിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം എല്ലാവർക്കും അറിയാം. ഭയങ്കര സുപരിചിതമായിട്ടുള്ള പാട്ടുകളാണ് ഇതിനകത്തൊക്കെ. അപ്പൊ ആ പാട്ടുകൾ വരുന്ന സമയത്തൊക്കെ ആൾക്കാര് എന്താ പറയാ വല്ല ഡിജെ പാർട്ടിക്കും പോയ പോലത്തെ ഒരു ഒരു ഫീൽ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് പറയുമ്പോ ഉണ്ടല്ലോ അതൊരു സുഖമാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുമുണ്ട്. പക്ഷെ എങ്ങനെ പറയും എന്നുള്ള നമ്മളങ്ങനെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് എന്നുള്ളതാണ്. പിന്നെ ഈ പടം കണ്ട സമയത്ത് ഞാ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പടം നമുക്കറിയാം ഇതൊരു പക്കാ ഒരു ഫിക്ഷണൽ ഡ്രാമയാണ് ഈ ഒരു പടം അല്ലെ? പക്കാ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് സിനിമയാണിത്. അപ്പോ ഇതിനകത്ത്
പലതരത്തിലുള്ള ഇമോഷൻസ് വന്നു പോകുന്നുണ്ട്. ഇതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര വല്ലാത്ത ഇമോഷണൽ ഒരു എന്താ പറയാ, ഇങ്ങനെ ഔട്ട്ബേസ്റ്റ് ആവുന്ന രീതിയിലേക്കുള്ള അത്രയും ഇമോഷണൽ ആയിട്ടുള്ള സീനിലൂടെ പോകുന്നുണ്ട്. അപ്പൊക്കെ നമ്മളും ഈ സീനിന്റെ കൂടെ നമ്മളും അതേ ഇമോഷനിൽ നമ്മള് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ബിജിഎം നമ്മളൊരു നാടകം കാണുന്ന സമയത്ത് നാടകങ്ങളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് അതിലിങ്ങനെ ഭയങ്കര ഇമോഷണൽ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കില്, അതേ ഇമോഷണൽ ലെവലില് ഈ കീബോർഡിൽ നിന്നുള്ള സൗണ്ടും എല്ലാം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ബ്ലെൻഡായി വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതേ സാധനം, അതായത് അതേ ഡ്രമാറ്റിക് ഒരു വല്ലാത്ത ഒരു 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 നമ്മുടെ മനസ്സിങ്ങനെ ഉടഞ്ഞു പോകുന്ന കൈൻഡ് ഓഫ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പുതിയ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലല്ല ഇതിന്റെ ഒരു ഒരു ആസ്വാദനം കിട്ടുന്നേന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു ഒരു വ്ലോഗോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് പറയുന്ന സൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മള് ഒന്ന് കുറച്ചു നേരം പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ബിജിഎം കേറി വരും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ബിജിഎം ഒന്ന് ലോ ആയിട്ട് പോവും. പക്ഷെ പുതിയ സിനിമയിൽ ആ രീതിക്കല്ല ചെയ്യുന്നേ. പക്ഷെ ആ രീതിക്ക് എന്താ പറയാ സ്കോറൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമ. അപ്പൊ ഇതിനകത്ത് മംഗലശ്ശേരി നീലകണ്ഠൻ പുള്ളി മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മരിച്ചതിന് ശേഷം വരുന്ന കുറേ ഇമോഷണൽ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭാനുമതി മരിക്കുന്ന സമയത്ത് വരുന്ന കുറച്ച് ബിജിഎമ്മും അവിടെ ഇട്ടിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ആ ഡയലോഗും നമ്മുടെ ആ സ്ക്രീനിലുള്ള ആക്ടേഴ്സിന്റെ ഒരു ഒരു എന്താ പറയാ അവരുടെ ഒരു ഒരു കഴിവും അവരാ ക്യാരക്ടറിനെ എടുത്തിട്ട് ചെയ്യുന്നതും അതിന്റെ കൂടെ ഈ ബിജിഎമ്മും കൂടെ നമുക്ക് കിട്ടുന്ന സമയത്തുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീൽ ആണെന്നുള്ളതാണ്. ഇതൊരു ഒരു ക്ലീഷ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമക്കകത്തുണ്ട്. ഭയങ്കര ക്ലീഷ ആയിട്ട് നമുക്ക് തോന്നുന്ന ഡയലോഗ്സ്, സിറ്റുവേഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്ലീശ, ഒരു ക്രിഞ്ച് സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല ഇത് കാണുന്ന സമയത്ത്. പക്ഷെ നമ്മളിത് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് തോന്നും. അപ്പൊ ഇതിനെല്ലാം മറികടക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ ബിജിഎം ആണ്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. വേറെ വേറെ റേഞ്ച് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ പടം കാണാൻ പോവാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പാട്ടുകളാണ്. അപ്പോ പുതിയ സിനിമകളില് നമുക്ക് പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പഴയ പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ എവർഗ്രീൻ അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് സാധനമാണ്. അപ്പോ എന്റെ പ്ലേലിസ്റ്റിലുള്ള കുറേ പാട്ടുകളുള്ള ഒരു സിനിമയായിരുന്നു ഇത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ അറിയാതെ അറിയാതെ എന്നുള്ള ആ പാട്ട്, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറേ അധികം പാട്ടുകളുണ്ട്. എന്ത് രസാന്നറിയോ തിയേറ്ററിലത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാന്. ഇപ്പൊ ഇതുപോലത്തെ ഒരു ഫീൽ എനിക്ക് ഇതിന് മുന്നേ കിട്ടിയത് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത സമയത്താണ്. അതിനകത്ത് ആ പഴന്തമിഴ് പാട്ടിഴയും എന്നുള്ള പാട്ടും, ഇത് പാട്ടുകൾ വേറൊരു രസമാണ് ഈ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിഷ്വൽസും കൂടെ വരുന്ന സമയത്ത് അതൊരു അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അയ്യോ ഇതൊന്ന് അങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിദ്ദിഖ് ലാലിന്റെ പടങ്ങള്. അവരാദ്യം ചെയ്തിട്ടുള്ള കുറേ പടങ്ങളുണ്ട്. 'റാംജി റാവു സ്പീക്കിംഗ്', പിന്നെ അതേപോലെ തന്നെ 'ഇൻ ഹരിഹർ നഗർ', 'ഗോഡ് ഫാദർ', ഈ സിനിമകളൊക്കെ എനിക്ക് തിയേറ്ററിൽ പോയി കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ള സിനിമകളാണ്. അതേപോലെ തന്നെ ഷാഫിയുടെ കുറേ പടങ്ങളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട് ഈ പറഞ്ഞ രീതിയിൽ. ഐ.വി. ശശിയുടെ പടങ്ങള്. അപ്പൊ ഇതൊക്കെ ഇതുപോലൊന്ന് റിലീസ് ചെയ്തിരുന്നെങ്കില് അന്ന് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ സിനിമകൾക്ക് ഈ സിനിമകളൊക്കെ ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതില് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു പടം തന്നെയാണ് ശരിക്ക് രാവണപ്രഭു എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ, ആ പുള്ളിയുടെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ഒരു എന്ന് എഴുതിയിട്ടുള്ള ഒരു ക്യാപ്പ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ബ്രദറിന്റെ കയ്യിൽ ആ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. പുള്ളി ഈ പടത്തിലുള്ള കുറെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചതും ലാലേട്ടനെ വരച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു പടം കണ്ടതിന് ശേഷം. എവിടെന്നാണ് ഈ പടം കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം വല്ല മാസികയിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം. പക്ഷെ ആ ക്യാപ്പ് അവന്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നത് ഒരു ഭയങ്കര ട്രെൻഡി സാധനമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഈ ഓർമ്മകളൊക്കെ ഉള്ളത് ഈ പടം ഇറങ്ങി ഏകദേശം 5, 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നും ഇതൊരു എവർഗ്രീൻ ലെവലിൽ നിന്നിരുന്ന സിനിമയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം. പിന്നെ നമ്മള് ടിവിയിൽ ഒരുപാട് പ്രാവശ്യം നമ്മളിത് കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് സാധനമുള്ള ഒരു ഒരു സിനിമ തന്നെയായിരുന്നു സത്യത്തില്
ഈ രാവണപ്രഭു എന്ന് പറഞ്ഞത്. അത് വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റി. നല്ല സറൗണ്ട് സൗണ്ടിൽ അത് കാണാൻ പറ്റി. അതായത് ഇതെറങ്ങിയ ആൾക്കാരെ ഈ പാട്ടുകളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ഇതെന്തായാലും എൻജോയ് ചെയ്യുമായിരിക്കും. ആൾക്കാര് നിന്ന് തുള്ളുമായിരിക്കും എന്നുള്ള ഒരു 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 കണക്കുകൂട്ടല് അല്ലെങ്കിൽ ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഈ ഒരു പാട്ട് കേട്ടപ്പോ തോന്നി. കാരണം അതില് കുറെ നന്നായിട്ട് ഭയങ്കര ബാസൊക്കെ കേറ്റി നമുക്ക് നമ്മള് ഡിജെ പാർട്ടിക്കൊക്കെ പോയാൽ നമുക്ക് എങ്ങനെയാണ് എന്തൊരു എഫക്റ്റും ഒരു ഫീലാണോ നമുക്ക് കിട്ടുന്നത്, ആ ഒരു ഫീലില് നമുക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ റേഞ്ചിലേക്ക് അതിന്റെ സൗണ്ടിനെ അവര് മാറ്റി എന്ന് പറയുന്നത് അതൊരു അതൊരു ബെസ്റ്റ് തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എംജി ശ്രീകുമാറിന്റെയൊക്കെ സൗണ്ട് എന്താ രസം! എംജി ശ്രീകുമാറിന്റെ സൗണ്ട്, ജയചന്ദ്രന്റെ സൗണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ യേശുദാസിന്റെ ദാസേട്ടന്റെ സൗണ്ട്, ചിത്രയുടെ സൗണ്ട്, ഇവരുടെയൊക്കെ ഒരു നല്ല കാലത്തിലുള്ള അവരുടെ സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്തൊരു ഫീലാണെന്നറിയോ? ഈ ഒരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത്. പിന്നെ ഡയലോഗ്സ് ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗ്സ് ആണ് ഇതെല്ലാം. പക്ഷെ അതിങ്ങനെ ആ സ്വാഗിൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണുമ്പോ എന്താ രസംന്നറിയോ. അപ്പൊ ലാലേട്ടൻ ഇത്ര ഡയലോഗ്സ് പറയുന്ന സമയത്തൊക്കെ തിയേറ്റർ ആർത്ത് എന്താ പറയാ നമ്മളിങ്ങനെ തിയേറ്ററിന്റെ എരമ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോ എന്നുള്ളതാണ്. പുതിയതായിട്ട് ഒരു പുതിയ പടം, ഒരു മാസ് മസാല റൊമാന്റിക് ഡ്രമാറ്റിക് പടം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഇപ്പൊ ഒരു പുതിയ പടം റിലീസ് ചെയ്തത് പോയി കണ്ടൊരു ഫീലായിരുന്നു 24 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പടം കണ്ടപ്പോ എന്നുള്ളതാണ്.